ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSലേക്ക് ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ആണോ സ്പോട്ട് അലോട്ട്മെന്റ് ആണോ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ സ്പെഷ്യൽ ആയാലും സ്പോട്ട് ആയാലും നമുക്ക് വേക്കൻസീസ് അറിയണം. അപ്പൊ വേക്കൻസി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ LBS സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ലൈൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ അലോട്ടഡ് ലിസ്റ്റിനകത്ത് നിന്നും നമുക്ക് ഏതൊക്കെ കോളേജസിൽ ആണ് BSc നഴ്സിംഗിന്റെ ഏതൊക്കെ കാറ്റഗറീസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഫസ്റ്റ് അനന്തപുരി ഹോസ്പിറ്റലിലെ BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് ആരൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ ടിക്കായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ കുട്ടികളെല്ലാം അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ റെഡ് കളറിൽ ഇൻറ്റു ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഈ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അനന്തപുരിയിൽ 5 വേക്കൻസീസ് ആണ് ഇനി വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അനന്തപുരിയിൽ ഏത് സ്റ്റേറ്റ് മെറിറ്റിലാണോ അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനുള്ളത്. ഇനി അടുത്ത ഒരു കോളേജ് നമുക്ക് ഇതുപോലെ ഓരോ കോളേജസും സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണ് വാക്കൻസി ഉള്ളത്, എവിടെയൊക്കെയാണ് റിസർവേഷൻ ബേസ്ഡ് വാക്കൻസി ഉള്ളത്, എവിടെയൊക്കെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വേക്കൻസി ഉള്ളത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നില്ല. നമ്മുടെ LBSൽ പിന്നീട് വേക്കൻസി ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിനു മുന്നേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കൊല്ലം അസീസിയ കോളേജ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ ടിക്ക് കൊടുത്തിരിക്കുന്നത് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളതും ഇൻഡു കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് കുട്ടികൾ അഡ്മിഷൻ എടുക്കാത്തതുമാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ BH കാറ്റഗറിയിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ BH കാറ്റഗറിയിലുള്ള കുട്ടിക്ക് വേണമെങ്കിൽ അസീസിയ കോളേജിലേക്ക്, കൊല്ലം അസീസിയ കോളേജിലേക്ക് ഓപ്ഷൻ വെക്കാൻ വേണ്ടി സാധിക്കും. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ഉള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അഡ്മിഷൻ കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഇതേപോലെ റിസർവേഷൻ നോക്കി ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും ഈ റാങ്ക്. ഇപ്പോൾ ഒരു കുട്ടി ഇതിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ട്, അതായത് അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതായത് ഇപ്പോൾ BH കാറ്റഗറിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കും, 275.83. അതുപോലെ 12,356 റാങ്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്കും റാങ്കും ഉള്ള കുട്ടി BH കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ ഈ അസീസിയ കോളേജിൽ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആ വാക്കൻസിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. നമ്മൾ മുന്നേ ചെയ്തതുപോലെ ആവശ്യമില്ലാതെ ഒരുപാട് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷെ മനസ്സിലാക്കി വെക്കുക, അതനുസരിച്ച് ചെയ്താൽ മാത്രമേ സ്പെഷ്യലിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതും നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ആ വേക്കൻസി എല്ലാ കോളേജും കൂടെ വെക്കുന്നതും വെക്കാതിരിക്കുന്നതും നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജ് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇഷ്ടപ്പെടാത്ത കോളേജിൽ നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജ് ഇനി കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ ഒന്നേന്ന് ഫുൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാക്സിമം മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളായാലും അഡ്മിഷൻ ഇതുവരെയും കിട്ടാത്ത കുട്ടികളായാലും ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് എടുക്കുകയാണ്. അതിൽ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ ഫുൾ മാർക്ക്, അതായത് ഇൻഡെക്സ് മാർക്ക് 300ന് 300ഉം കിട്ടി റാങ്ക് 263 കിട്ടിയ കുട്ടികളാണ് എടുക്കാതെ പോയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻഡെക്സ് മാർക്ക് 300 ഇട്ട കുട്ടികളും അതുപോലെ റാങ്ക് 283 ആ ഒരു റേഞ്ചിന് മേലോട്ടുള്ള കുട്ടികൾക്കും ഒക്കെയാണ് ഇവിടെ ഓപ്ഷൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ അതുപോലെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇവിടെ ഓപ്ഷൻ വെക്കാൻ ശ്രദ്ധിക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻസും വേക്കൻസി വെക്കാം, പക്ഷേ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് മാത്രം വെക്കുക. ഇഷ്ടപ്പെട്ട കോളേജസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ കോളേജസിലുള്ള സീറ്റ് വേക്കൻസി ഏത് കാറ്റഗറിയിലുള്ളതാണ്, ആ കാറ്റഗറിയിലെ കുട്ടിക്ക് എവിടെ എത്രയാണ് റാങ്ക്, എത്രയാണ് ഇൻഡെക്സ് മാർക്ക് എന്നതൊക്കെ നോക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ ഇതിൽ SC കാറ്റഗറിക്കുള്ള കുട്ടിയും എടുത്തിട്ടില്ല. അപ്പോൾ SC കാറ്റഗറിയിലെ കുട്ടികൾക്ക് ഒരു വാക്കൻസി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ SC കാറ്റഗറിയിലുള്ള കുട്ടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വെച്ച് കഴിഞ്ഞാൽ
അതായത് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കും റാങ്കും ബേസ് ചെയ്ത് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിപ്പോ ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം SC-കാർക്ക് ഒരു വാക്കൻസിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ SC-യിലെ തന്നെ 10 കുട്ടികൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റാങ്കും മാർക്കും ഒക്കെ ബേസ് ചെയ്ത് അതിലേതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടുകയുള്ളൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതുവരെയും BSc നഴ്സിംഗിന് ഈ കാര്യങ്ങൾ അറിയാതെ ഓപ്ഷൻസ് വെച്ച കുറെ കുട്ടികളുണ്ട്. ഇഷ്ടപ്പെടാത്ത കോളേജസ് കിട്ടിയ കുട്ടികളും ഉണ്ടാകും. അതായത് ഇപ്പം ഇഷ്ടപ്പെടാത്ത കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാതെ ഇതിനു വേണ്ടി നിൽക്കുന്ന കുട്ടികളുണ്ടാകും. ആ കുട്ടികളും ശ്രദ്ധിച്ച് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അവരും ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളും സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത്, എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ഇനി ഗവൺമെന്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് കോളേജസിൽ എവിടെയൊക്കെ ഉള്ള ഗവൺമെന്റ് കോളേജസിലാണ് നിങ്ങളുടെ റിസർവേഷൻ ബേസ് ചെയ്തിട്ടും നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടും നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്തിട്ടും വാക്കൻസി വന്നത് എന്ന് നോക്കുക. ഇതിന് ശേഷം വേണം നിങ്ങൾ അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ജനറൽ കാറ്റഗറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ വിചാരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ SC-ക്ക് മാത്രമേ ഒരു വാക്കൻസി ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജനറൽ കാറ്റഗറിയിലെ കുട്ടികൾ ആ SC കാറ്റഗറിയിലെ വാക്കൻസിക്ക് വേണ്ടി ഓപ്ഷൻ വെച്ചിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് അവിടെ കിട്ടുകയുമില്ല. അപ്പോൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് വേണം വെക്കാനായിട്ട്. നിങ്ങളുടെ റിസർവേഷൻ നോക്കുക, നിങ്ങളുടെ കാറ്റഗറി നോക്കുക. അതുപോലെ ഇതിൽ നിന്നും ഏതൊക്കെ കുട്ടിക്ക് എത്ര ഇൻഡെക്സ് മാർക്കിന് എത്ര റാങ്കിനാണ് അവിടെ ലഭിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ അതേ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു ഇൻഡെക്സ് മാർക്കും റാങ്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്പെഷ്യൽ അലോട്ട്മെന്റും കാര്യങ്ങളാണ് ആദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്പോട്ട് വരും. അപ്പോൾ സ്പോട്ടിനും ഇനി വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സെന്ററിൽ പോയാണ് സ്പോട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻസ് ഇനി വരുന്ന സമയത്ത്, നമുക്ക് ഇപ്പോൾ സമയമായിട്ടില്ല, ഉടനെ തന്നെ വാക്കൻസി ലിസ്റ്റും അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. എവിടേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, ആ കോളേജിൽ എവിടെയൊക്കെ വാക്കൻസി ഉണ്ടെന്ന് ഇതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക്, റാങ്ക് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഓൾറെഡി ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് വെക്കേണ്ട സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നമുക്ക് വെക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ ഓപ്ഷൻസ് എഴുതി വെക്കുക. അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷന്റെ ടൈം ആകുമ്പോൾ വെക്കാനും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടൻ തന്നെ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.